അങ്ങനെ രേണു സുധി അക്ക വന്നതോടുകൂടി ഈ നാടകം ആരംഭിക്കുകയാണ്. രേണു സുധി അങ്ങനെ അവസാനത്തെ മത്സരാർത്ഥിക്ക് തൊട്ട് മുൻപ് പ്രവേശനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണി വരും എന്ന് നോക്കിയിരിക്കുന്നത് പോലെയാണ് രേണു സുധിയുടെ ഈ ഒരു വരവ്. വന്നപ്പോൾ തന്നെ നല്ല കത്തി വെക്കുകയാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ കയറിയതും അങ്ങ് നമ്മളെ പടച്ചോനെ നമ്മളെ കാത്തോളി എന്ന് പറഞ്ഞതുപോലെ, സുധിച്ചേട്ടാ ഞാൻ വന്നു, നന്ദി ദൈവമേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സുധിയെ വിറ്റ് കാശുണ്ടാക്കേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത്തവണ സുധിയെ വിറ്റ് വോട്ടുണ്ടാക്കേണ്ട പരിപാടിയാണ്. ഇതൊക്കെ ഭയങ്കര ബോറാണ്. വൻ സംഭവമായിട്ടാണ് രേണു വന്നിരിക്കുന്നത്. അതായത് ആളുകൾ വളരെയധികം ആഗ്രഹിച്ചു എൻ്റെ വരവിന് വേണ്ടി, അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്നാണ് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സത്യമാണ്, ആളുകൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ആളുകളൊക്കെ സത്യം പറഞ്ഞ് ആഗ്രഹിച്ചു ഈ ജന്മത്തിൽ ഇത് വരരുതെന്ന്. പക്ഷേ ആളുകളെ വിധി അല്ലാതെ എന്ത് ചെയ്യാൻ. സോ നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ രേണു അക്കയുടെ ഈ ഒരു എൻട്രിയെ കാണുന്നത്? പിന്നെ അപ്പാനി ശരത്താണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ളത്. ഈ രേണുവിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റുള്ള ആരും കാണുന്നില്ല. സൂപ്പർ സ്റ്റാർ രേണു വന്നതിന് ശേഷം ബിഗ് ബോസിന്റെ ഗതി തന്നെ മാറാൻ പോവുകയാണ്. സോ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.